പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആവുന്നതിനും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നൊക്കെ ഒന്ന് മാറുന്നതിനും കരുവാളിപ്പും മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പും ഒക്കെ ഒന്ന് മാറുന്നതിന് സഹായിക്കുന്ന ഒരു നൈറ്റ് ക്രീമിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കുന്നതിനായിട്ട്. വളരെയധികം ഗുണമുള്ളതാണ്. 100% നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഏകദേശം ഒരു 10 ദിവസത്തൊക്കെ ഉപയോഗം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതപ്പോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു നന്നായിട്ടൊന്ന് ചീകി എടുത്തുകൊണ്ട് വരാം. അതുപോലെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ നീരാണ് നമുക്ക് എടുക്കേണ്ടുന്നത്. ഇതിപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്. നമ്മളിങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വെള്ളമൊന്നും ചേർത്ത് നമ്മൾ മിക്സിയിൽ അടിക്കരുത്. അതിനുശേഷം ഇതുപോലെ പിഴിഞ്ഞ് ഇതിന്റെ നീരിങ്ങനെ എല്ലാം നീരായിട്ട് ഇഞ്ഞെടുക്കാം. നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്താലും മതി. നമുക്കിപ്പോൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ച് എടുക്കാം. ഇപ്പൊ ഞാനിതെല്ലാം പിഴിഞ്ഞ് നീര് കണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ നീര് അനക്കാതെ ഒരു 10 മിനിറ്റ് നേരം വെക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇതിന്റെ ഈ വെള്ളം എല്ലാം മുകളിൽ വരികയും ഇതിന്റെ സത്തെല്ലാം അടിയിൽ അടിഞ്ഞു വരികയും ചെയ്യും. നമുക്കപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് അരിച്ച് ഒഴിച്ചു വെച്ചതിന് ശേഷം ഇത്രയും ഒരു 10 മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അരിച്ച് ഇതിന്റെ നീര് മാത്രം ഇനി മാറ്റാം. ഉരുളക്കിഴങ്ങിന്റെ സത്ത് നമുക്കല്ലാതെ കിട്ടിയിട്ടുണ്ട്. നീര് ഇത്രയ്ക്കും വേണ്ടിയിട്ടുണ്ട്. നീര് നമുക്ക് വെള്ളം അല്ലാതെയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ വെള്ളത്തിന്റെ ആവശ്യമില്ല. വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ സത്തിലേക്ക് അടുത്തതായിട്ട് ഞാൻ അലോവേര ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് അലോവേര ജെല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്താൽ മതി. അതല്ല നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നോർമൽ സ്കിന്നുകാർക്കാണെങ്കിൽ 1 മതി. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ആണെങ്കിൽ 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. കാരണം ഇതിനകത്ത് നമ്മൾ അലോവേര ജെല്ല് ചേർത്ത് കഴിയുമ്പോൾ ഇത് മിക്സായി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇത് മിക്സാക്കി എടുക്കണം. മിക്സാക്കി ഒരു ക്രീമി പരുവത്തിലേക്ക് ആക്കി എടുക്കണം. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമായിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അലോവേര ജെല്ല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുക്കാവുന്നതാണ്. കാരണം ഇത് നല്ല എന്താ പറയാ, നമ്മൾ ക്രീമൊക്കെ ഉപയോഗിക്കുന്ന അതേ ക്രീമിന്റെ പരുവത്തിൽ വേണം ഇത് കിട്ടാനായിട്ട്. കാരണം ഇത് നൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ണ്ടില്ലേ, നല്ല നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ക്രീമിന്റെ അതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇത് കിട്ടുകയുള്ളൂ. ണ്ടില്ലേ, ഇപ്പൊ നല്ല രീതിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും നന്നായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ബദാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു 2-3 തുള്ളിക്ക് വേണ്ടിയിട്ട് ബദാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
കാരണം ബദാം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു മുഖത്തിനൊരു നല്ല ഗ്ലോ വരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു 5 തുള്ളിക്ക് വേണ്ടി ബദാം ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാനിത് ഈ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് മാറ്റുന്നുണ്ട്. ഗ്ലാസ് ബോട്ടിലിലേക്ക് മാറ്റി കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പൊ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. തയ്യാറാക്കി ഞാനിപ്പോ ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു 10-12 ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 12 ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളത് നമ്മൾ തയ്യാറാക്കിയാൽ മതി. ഇത് നമുക്ക് നൈറ്റിൽ മാത്രമേ ഉപയോഗിക്കാവൂ. നൈറ്റിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് കൂടുതലും നമുക്ക് കിട്ടുന്നത്. അതിപ്പോ നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് കൈകൊണ്ട് കുറച്ചെടുക്കുക. കുറച്ചിട്ട് നമ്മൾ അതായത് ക്രീമുകളൊക്കെ ഫേസിൽ ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ വേണം ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് ഫേസിലേക്ക് ചെറിയ ഡോട്ടുകളായിട്ട് ഇട്ട് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. കാരണം നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് അതങ്ങ് അബ്സോർവ് ആവുകയും നല്ലൊരു റിസൾട്ട് 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിൽ മാത്രമേ നമ്മളിത് ഉപയോഗിക്കാവൂ. നൈറ്റിൽ മാത്രം ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ എൻ്റെ ഫേസിലെല്ലാം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ബദാം ഓയിൽ കൂടി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മണമൊക്കെയാണ് നമുക്ക്. മാത്രമല്ല ഓയിൽ തേച്ച കണക്കൊന്നും തോന്നുകയില്ല. നമ്മുടെ ഫേസിൽ നന്നായിട്ട് അതങ്ങ് അബ്സോർവ് ആവും. നമ്മുടെ ഫേസിലെല്ലാം നന്നായിട്ട് അങ്ങ് അബ്സോർവ് ആവും. പിന്നെ നമുക്കത് ഓയിൽ തേച്ച കണക്കോ ഒന്നും നമുക്ക് തോന്നത്തില്ല. അപ്പൊ നമുക്ക് രാവിലെ വാഷ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെയധികം ഗുണമുള്ളതാണ്. 100% റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ് ഇത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.